താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. മഞ്ഞപ്ര മർച്ചന്റ്സ് അസോസിയേഷന്റെ കുടുംബമേളയും വാർഷിക പൊതുയോഗവും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് PC ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മുതിർന്ന വ്യാപാരികളെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. മഞ്ഞപ്ര മർച്ചന്റ്സ് അസോസിയേഷന്റെ കുടുംബമേളയും വാർഷിക പൊതുയോഗവും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് PC ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ആ 56 ദിവസം കടയടച്ചിട്ട് ഇനി കടയടയ്ക്കാൻ പറ്റില്ല എന്നുള്ള ഒരു താക്കീത് കൊടുത്തിട്ടാണ് പോകുന്നത്. അന്നേരം അതൊരു മറുപടി പറഞ്ഞില്ല. പക്ഷെ അടുത്ത മണിക്കൂറിൽ മീഡിയസിൻ്റെ ആൾക്കാർ, ഏഷ്യാനെറ്റുകാരും അതിൽ മീഡിയസിൻ്റെ പലരും വിളിച്ചു. അവസാനം ആ റിപ്പോർട്ട് പോയി. അതായത് സംസ്ഥാന പ്രസിഡന്റ് T നസറുദ്ദീൻ ഇനി കോഴിക്കോട്ടേക്ക് പോകുന്നില്ല, ഇവിടെ നിരാഹാര സത്യാഗ്രഹം എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ പ്രായമുണ്ട്, അസുഖമുള്ള ഒരാളാണ്. പക്ഷെ പുള്ളി കിടന്നാലേ ശരിയാവുള്ളൂ എന്നൊരു നിർബന്ധം പിടിച്ചപ്പോൾ ഞങ്ങളൊക്കെ പിന്മാറി എന്ന് പറഞ്ഞാൽ നിരാഹാര സത്യാഗ്രഹത്തിൽ നിന്നും മാറിയതല്ല, ഞങ്ങളാരും കിടന്നാൽ ശരിയാവില്ല എന്ന് പുള്ളി പറഞ്ഞു. ഏതായാലും 3/4 മണിക്കൂറിനുള്ളിൽ ഇത് അനൗൺസ് ചെയ്ത് മീഡിയയിൽ കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നു മുതൽ കടകൾ തുറക്കുന്നതിന് അനുവാദം കൊടുത്തു എന്നാണ്. അതിനുശേഷം ഇതുവരെ കടയടപ്പ് സമരം സർക്കാർ പറഞ്ഞിട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. നമ്മളാവശ്യത്തിന് അത്യാവശ്യമൊക്കെ പറയും. ഇത് ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഫെബ്രുവരി 26-ാം തീയതി നമ്മൾ ചിന്തിച്ചപ്പോൾ ഈ കാലം അത്രയും കടന്നുപോയി. നമുക്ക് കോവിഡ് വന്നതിൻ്റെ ശേഷം വന്നിട്ടുള്ള ഈ ഓൺലൈൻ വ്യാപാരം തകൃതിയായിട്ട് നടക്കണം. വ്യാപാരിയെ കൊന്നിട്ടേ പോവുള്ളൂ. സ്ട്രീറ്റ് വെൻഡേഴ്സ് സമൃദ്ധമായിട്ട് ഓടുന്നുണ്ട്. അതും വ്യാപാരിക്ക് ദോഷകരമാണ്. അസോസിയേഷൻ പ്രസിഡന്റ് ജോളി മാടൻ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ അയ്യമ്പുഴ, മഞ്ഞപ്ര പഞ്ചായത്തുകളിലെയും ജില്ലാ ബ്ലോക്ക് ഡിവിഷനുകളിലെയും ജനപ്രതിനിധികൾക്ക് സ്വീകരണവും അനുമോദനവും നൽകി. മുതിർന്ന വ്യാപാരികളെ ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി NV പോളച്ചൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു. രോഗബാധിതരായ വ്യാപാരികൾക്കുള്ള ജീവകാരുണ്യ ധനസഹായ വിതരണം അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചിത്രേസ്യ തങ്കച്ചനും, കുടുംബമേള ഗിഫ്റ്റ് വിതരണം മഞ്ഞപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി പൈനടത്തും നിർവഹിച്ചു. വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാം ഒത്തിരിയേറെ കഷ്ടപ്പാടുകളാണ് അതിൻ്റെ പിന്നിലുള്ളത്. 5 വർഷക്കാലം പഞ്ചായത്ത് ഭരണസമിതി ഒരാൾക്കും ഈ തുടർന്നു പോകുന്ന സമയത്തിൽ ഒരു കച്ചവടക്കാർക്കും അവർക്ക് വിഷമിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും ഭരണസമിതിയുടെ നിന്ന് ഉണ്ടായിട്ടില്ല. കാരണം നമുക്കറിയാം ഒത്തിരിയേറെ പ്രയാസങ്ങൾ അനുഭവിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇനിയും ഈ 5 വർഷക്കാലം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ പിന്തുണയും സപ്പോർട്ടും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടും നല്ല രീതിയിൽ അവരുടെ ഓരോ വികസനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിക്കട്ടെ. അയ്യമ്പുഴ പഞ്ചായത്ത് ഇപ്പോൾ സണ്ണി ചേട്ടനൊക്കെ പറഞ്ഞതുപോലെ അവിടെ വഴിയോടെ കച്ചവടക്കാരും തന്നെ ഇല്ല. അങ്ങനെയുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ അവരെയൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ തന്നെ അവർക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത്, പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തൊഴിൽ കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് അവരെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോകും. മഞ്ഞപ്രയെ സംബന്ധിച്ച് ഇന്നിപ്പോൾ നിങ്ങൾ കടകളൊക്കെ ഇന്നിപ്പോൾ എല്ലാ കടകളും അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ പുറമേൽ നിന്ന് മഞ്ഞപ്രയ ഒരാൾ വരുമ്പോൾ നിങ്ങളുടെ ശക്തി ശരിക്കും പറഞ്ഞാൽ എല്ലാ സ്ഥാപനവും അടച്ചെടുക്കുമ്പോൾ അതിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഇന്ന് മഞ്ഞപ്ര ശരിക്കും പറഞ്ഞാൽ നിശ്ചലമാണ്. അപ്പം നിങ്ങളുടെ പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിലാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഗ്രാമപഞ്ചായത്തിനെ വാർത്തെടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും. എന്നെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, ഞാൻ ആദ്യമായിട്ടാണ് ത്രിതല പഞ്ചായത്തിൽ മത്സരിക്കുന്നത്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആവാനായിട്ടുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചു. ഈ പ്രാവശ്യം നമുക്ക് കുറച്ചുകൂടി സന്തോഷിക്കാൻ ഒരു വകുപ്പുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞപ്ര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് നമ്മുടെ സണ്ണി പൈനടത്ത് നമ്മുടെ ഒരു അംഗം കൂടിയാണ്. നമ്മുടെ മർച്ചന്റ് അസോസിയേഷൻ്റെ ഒരു അംഗമാണ്. കൂടാതെ സെബാസ്റ്റ്യൻ കുട്ടേക്കാലി നമ്മുടെ ഒരു മെമ്പറാണ്. അദ്ദേഹം മഞ്ഞപ്ര ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറാണ്. പിന്നെ അതുകൂടാതെ ചിഞ്ചു ജിജോ നമ്മുടെ മെമ്പറാണ്. അപ്പോൾ നമ്മുടെ ഒരു മരുമകളായിട്ട് വരും ചിഞ്ചു. അപ്പോൾ ഇവരൊക്കെ അടങ്ങിയ ഒരു ഭരണമാണ് മഞ്ഞപ്ര ഗ്രാമപഞ്ചായത്തിലേക്കുള്ളത്. ഒരു കച്ചവടക്കാരൻ തൻ്റെ 24 മണിക്കൂറും ആ സ്ഥാപനത്തോട് അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന തൊഴിലിനോട് നീതി പുലർത്തിയാൽ മാത്രമാണ്
ആ തൊഴിൽ വിജയിക്കുകയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് തൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ, കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള സന്തോഷങ്ങൾ, കുടുംബാംഗങ്ങളുമായി ഒത്തുചേരേണ്ട നിമിഷങ്ങൾ, ഇതെല്ലാം പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. അതിൻ്റെ പിരിമുറുക്കത്തിലായിരിക്കും കച്ചവടം ചെയ്യുന്ന ഓരോ വ്യാപാരിയും. ഭാഗ്യകുടുംബത്തെ കണ്ടെത്താനുള്ള നറുക്കെടുപ്പ് അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജി വർഗീസും പുതിയ അംഗങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി എൽദോസി എബ്രഹാമും നിർവഹിച്ചു. നിയോജക മണ്ഡലം ട്രഷറർ JD പൗലോസ് ചടങ്ങിൽ സംസാരിച്ചു. അസോസിയേഷന്റെ 46ാമത് പ്രവർത്തന വർഷത്തോടനുബന്ധിച്ച് ഫാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന മേളയിൽ 500ഓളം വ്യാപാരികളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. ഭാരവാഹികളായ റന്നി പാപ്പച്ചൻ, BJ തമ്പി, MJ റാഫി, ടൈറ്റസ് ജോസ്, ആന്റണി KS, ബാബു വല്ലൂരൻ എന്നിവരും സബ് കമ്മിറ്റി അംഗങ്ങളും പരിപാടികൾക്ക് നേതൃത്വം നൽകി. അംഗങ്ങളുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും സമ്മാന വിതരണവും ചടങ്ങിന് മാറ്റുകൂട്ടി. പെട്ടെന്ന് വന്നു തകർത്തിടുന്നു അടിയുലയുന്ന കാടിനുള്ളിൽ നിന്നും വിരണ്ടോടിയെത്തുന്നു കൊല കൊമ്പനാന. ആടിയുലയുന്ന കാടിനുള്ളിൽ നിന്നും വിരണ്ടോടിയെത്തുന്നു കൊല കൊമ്പനാന.